മറ്റൊരു പ്രധാന വാർത്ത നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണ്. നവകേരള സദസ്സിന്റെ ആലപ്പുഴയിലെ പര്യടനം തുടരുകയാണ്. 5 പരിപാടികൾ ഇന്ന് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് ക്യാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ പ്രഭാത യോഗവും തുടർന്ന് പത്രസമ്മേളനവുമുണ്ട്. മറ്റു ജില്ലകളിലേതുപോലെ തന്നെ ആലപ്പുഴയിലും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾക്കിടയിലൂടെയാണ് സദസ്സ് കടന്നുപോകുന്നത്. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ഇന്നലെ അരൂരിലാണെന്ന് തോന്നുന്നു വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സംഘർഷമൊക്കെ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലം കൂടി ഉണ്ട്. ഇന്ന് എവിടെയൊക്കെയാണ് പരിപാടികൾ? കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് ജില്ല സാക്ഷ്യം വഹിക്കുമോ? രഞ്ജിത്ത്, ഇന്ന് പ്രധാനമായും 4 മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഇന്ന് രാവിലെ ഉള്ളത് ആലപ്പുഴ മണ്ഡലമാണ്. ആലപ്പുഴ മണ്ഡലത്തിൽ SDV ഗ്രൗണ്ടിലാണ് ഇന്ന് രാവിലെ നവകേരള സദസ്സിൻ്റെ ആലപ്പുഴ മണ്ഡലത്തിലെ പരിപാടികൾ നടക്കുക. അതിന് മുന്നോടിയായി തന്നെ പാതിരപ്പള്ളിയിലെ ക്യാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ വെച്ച് മുഖ്യമന്ത്രി പ്രധാനപ്പെട്ട ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒപ്പം തന്നെ അവിടെ വെച്ച് തന്നെ പത്രസമ്മേളനവും ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് SDV ഗ്രൗണ്ടിലേക്ക് എത്തുക. ഒപ്പം SDVയിൽ നിന്നും, അതായത് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും പിന്നീട് അമ്പലപ്പുഴ മണ്ഡലത്തിലേക്കാണ് പോവുക. അമ്പലപ്പുഴ ഈസ്റ്റ് വെരീസ് മൈതാനത്ത് വെച്ചാണ് അമ്പലപ്പുഴയിൽ നവകേരള സദസ്സിൻ്റെ വേദി അവിടെ ഒരുക്കിയിരിക്കുന്നത്. പിന്നീട് കുട്ടനാട്ടിലേക്കാണ് പോവുക. നെടുമുടിയിൽ വെച്ചാണ് 4:30 വൈകിട്ട് 4:30 നെടുമുടിയിൽ വെച്ചിട്ട് ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപമായുള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കുട്ടനാട്ടിലെ ആളുകളുമായി കാണുകയും ഒപ്പം തന്നെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുക. പിന്നീട് വൈകിട്ട് 6 മണിയോടുകൂടി ഹരിപ്പാട് മണ്ഡലത്തിലും ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിലെ മറ്റ് ജില്ലകളിലേതുപോലെ തന്നെ ആലപ്പുഴയിലും ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. 60ഓളം പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ വെക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് വരെ ഇന്നലെ അരൂരിലേക്ക് നവകേരള സദസ്സ് പ്രവേശ സമയത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് തന്നെ കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ കരിങ്കൊടി കാണിക്കുന്നതിനായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും അവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകളെ ഇപ്പോഴും കരുതൽ തടങ്കലിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഏകദേശം ചേർത്തലയിൽ 7216 നിവേദനങ്ങളാണ് ഇന്നലെ ലഭിച്ചിട്ടുള്ളത്. അത്രയും തന്നെ അടുത്ത അരൂറും ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ ജനസഞ്ചയമാണ് ഈ സദസ്സ് നടക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചേർത്തലയും ഒപ്പം തന്നെ ചേർത്തലയിലും മറ്റിടങ്ങളിലും, അത് ആലപ്പുഴയിലേക്ക് കടക്കുമ്പോൾ തന്നെ സ്വീകരിച്ചത് CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അത്തരത്തിൽ പാർട്ടി പരിപാടി പോലെ തന്നെ അത്ര തന്നെ ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. ആ ഒരു ആൾക്കൂട്ടം ഇന്നലെ ചേർത്തലയിൽ നടന്ന പരിപാടിയിലും അരൂരും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. സമാനമായ സാഹചര്യം തന്നെയായിരിക്കും ഇന്ന് SDV ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയിലും. ഒപ്പം തന്നെ ഹരിപ്പാടൊക്കെ പോകുമ്പോൾ നമുക്കറിയാം രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഹരിപ്പാടൊക്കെ പോകുമ്പോൾ പ്രതിഷേധത്തിലുള്ള സാധ്യതകളും വലിയ തോതിലുണ്ട്. ഇന്നലെ മന്ത്രിസഭാംഗങ്ങൾ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വന്ന കാഴ്ച അത് വളരെ കൗതുകകരമായിരുന്നു. നവകേരള ബസ്സിൽ നിന്ന് ഇറങ്ങി നവകേരള ബസ് ജങ്കാറിൽ കൊണ്ടുവരുന്നു. ഒപ്പം അവർ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ ബോട്ടിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ പ്രത്യേകതയുള്ള ഒരുപാട് ദൃശ്യങ്ങൾക്ക് ജില്ല സാക്ഷ്യം വഹിച്ചു, അല്ലേ ശരണ്യ? കോട്ടയത്ത് നിന്നും അത്തരത്തിൽ ജങ്കാർ മാർഗമാണ് ആലപ്പുഴയിലേക്ക് എത്തിയത്. ബസ്സും ഒക്കെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഒക്കെ കൗതുകകരമായിരുന്നു. വലിയ പ്രത്യേകം തയ്യാറാക്കിയ ഒരു സോളാർ ജങ്കാർ ഒരുക്കുകയും പിന്നീട് ബോട്ട് ഒരുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഒരു പരിപാടിയും അത്തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. വാട്ടർ ഇറിഗേഷൻ്റെ, അതായത് ജലഗതാഗത വകുപ്പിൻ്റെ സോളാർ ബോട്ടിൻ്റെ ഉദ്ഘാടനം. അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ബോട്ടുകളിൽ ഒന്നാണ്. ആ ബോട്ടിൻ്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. ഈ നവകേരള സദസ്സിനായി SDV ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലത്ത് പുന്നമഴയിൽ നിന്നും ആ ബോട്ടിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കുക. അത്തരത്തിൽ ആ ബസ് വരുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്നലെ വളരെ കൗതുകകരമായ ദൃശ്യമായിരുന്നു. അതേസമയം തന്നെ പ്രതിഷേധങ്ങളും വലിയ തോതിലുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ മാധ്യമപ്രവർത്തകരെ തന്നെ പോലീസ് കയ്യേറ്റം ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാധ്യമത്തിൻ്റെ ഫോട്ടോഗ്രാഫർ വഴിയിൽ, അതായത് ഈ സദസ്സിനുള്ള വാഹനങ്ങൾ കടക്കുന്ന ചിത്രങ്ങൾ എടുത്തിരുന്ന മാധ്യമത്തിൻ്റെ ഫോട്ടോഗ്രാഫർക്ക് നേരെ പോലീസ് അതിക്രമമൊക്കെ ഉണ്ടായി. വാഹനം പൂട്ടിയെടുക്കുകയും ഒപ്പം തന്നെ ഇരുചക്ര വാഹനം ചവിട്ടി താഴെയിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ നിലനിൽക്കുമ്പോൾ വലിയ ആഘോഷം
ആഘോഷമായാണ് ആലപ്പുഴയിൽ പ്രത്യേകിച്ച് ചേർത്തല പോലെയുള്ള ഇടങ്ങളൊക്കെ എന്ന് പറയുന്നത് ശരിക്കും ഈ പാർട്ടി കോട്ടകളാണ്. അവിടെയൊക്കെ വലിയ ആഘോഷമായി തന്നെയാണ് ഈ നവകേരള സദസ്സിനെ സ്വീകരിക്കുന്നത്. എന്തായാലും അത്തരം രീതിയിൽ തന്നെയാണ്. കാരണം ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന പരിപാടികളും മത്സരിച്ച് ഓരോ മണ്ഡലങ്ങളിലും ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന രീതിയുണ്ട്. അറിയാലോ, ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇടത് മണ്ഡലങ്ങളുള്ള ഒരു ജില്ലയാണ്. അത്തരത്തിൽ ആ ഒരു രീതിയിൽ മത്സരിച്ചിടത് MLA-മാർ ഓരോ മണ്ഡലങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും പരാതി നൽകാൻ എത്തുന്ന ആളുകളുടെ എണ്ണവും ഒക്കെ അത്രമാത്രം കൂടുതലാണ്. മാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ മറ്റിടങ്ങളിലേതുപോലെ തന്നെ നേരിട്ട് കാണുന്നൊന്നുമില്ല. ആ കൗണ്ടറുകൾ വഴി പരാതികൾ സ്വീകരിക്കപ്പെടുകയാണ്. എല്ലായിടത്തും എത്തി. വളരെ ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ 4:30-ക്ക് അരൂർ എത്തിയിട്ട് പെട്ടെന്ന് തന്നെ ചേർത്തലയിലേക്ക് ഈ വാഹനം എത്തി. മന്ത്രിമാരും മുഖ്യമന്ത്രിയും ബാക്കിയുള്ള ആളുകളും എല്ലാം എത്തിയിരുന്നു. അതുപോലെ തന്നെ ഇന്നും അത്തരത്തിലൊരു തിരക്കിട്ട ഷെഡ്യൂൾ തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലായി എത്തിയിട്ടുള്ളത്. ശരി, ഏതാണ് പ്രധാനപ്പെട്ട വിവരം? നമുക്ക്